മലപ്പുറം അരീക്കോട് നടന്ന ഏറനാട് മണ്ഡലം നവകേരള സദസ്സിനിടെ ബ്ലോഗറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 11 CPM DYFI പ്രവർത്തകർ അറസ്റ്റിൽ. അന്വേഷണം തുടരുന്നതിനിടെ എല്ലാ പ്രതികളും കീഴടങ്ങുകയായിരുന്നു. അരീക്കോട് പോലീസ് അറസ്റ്റ് നടപടി സ്വീകരിച്ചു. DYFI അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് കെ സാദിൽ, തൃപ്പഞ്ചി സ്വദേശി കെ സൽമാൻ, തവരപ്പറമ്പ് സ്വദേശി NK അബ്ദുൽ ഗഫൂർ, ഏലിയപ്പറമ്പ് സ്വദേശി ഉബൈദുള്ള ഷാക്കിർ, കാവനൂർ സ്വദേശി KV ശ്രീജേഷ്, ചെമ്പ്രക്കാട്ടൂർ സ്വദേശി TC അബ്ദുൽ നാസർ, മണ്ണാർക്കൽപ്പാറ സ്വദേശി നസീർ പള്ളിയാലി, കുരിക്കലമ്പാട് സ്വദേശി S ജിനേഷ്, മൈത്ര സ്വദേശി MK മുഹമ്മദ് അനീസ്, എടവണ്ണപ്പാറ സ്വദേശി മുഹമ്മദ് അഷ്റഫ്, കീഴ്ശ്ശേരി സ്വദേശി P സയ്യിദ് ആബിദ് എന്നിവരെയാണ് അറസ്റ്റിലായത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കഴിഞ്ഞ നവംബർ 30-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന കുഴിമണ്ണ സ്വദേശി നിസാർ അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി നൽകാനെത്തിയതായിരുന്നു. ഇതിനിടെയാണ് നിസാറിനെ ഒരു കൂട്ടം CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്. നേരത്തെ കുഴിമണ്ണ പഞ്ചായത്തിൽ കെട്ടിട പെർമിറ്റ് ഫീസ് വർധനയ്ക്കെതിരെ നിസാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇത് പിന്നീട് വിവാദങ്ങൾക്കിടയാവുകയും നിസാറിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇദ്ദേഹം അരീക്കോട് നടന്ന ഏറനാട് മണ്ഡലം നവകേരള സദസ്സിൽ പരാതി നൽകാനെത്തുകയും CPM പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടാവുകയും ചെയ്തത്. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. കയ്യേറ്റത്തിൽ പരിക്കേറ്റ നിസാർ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും അരീക്കോട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. കവർച്ച, കയ്യേറ്റം ചെയ്യൽ IPC 143, 147, 341, 322, 324, 395, 506, 149 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനിടയിലാണ് 11 പ്രതികളും അരീക്കോട് പോലീസിൽ സ്വമേധയാ കീഴടങ്ങിയത്. അരീക്കോട് പോലീസിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. കയ്യേറ്റത്തിനിടെ ഏകദേശം 2 ലക്ഷം രൂപയോളം വിലയുള്ള ഫോണും മൈക്കും പ്രതികളെ പിടിച്ചെടുത്തിരുന്നുവെന്ന് നിസാർ പറഞ്ഞു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അരീക്കോട് പോലീസിന് നൽകിയിട്ടും മൊബൈൽ ഫോണും മൈക്കും ലഭ്യമാക്കാൻ ഇതുവരെ അരീക്കോട് പോലീസ് തയ്യാറായിട്ടില്ലെന്ന് നിസാർ ബാബു പറഞ്ഞു. ഇക്കാര്യത്തിൽ പോലീസ് നാടകം കളിക്കുന്ന സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചത്. ജോലി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും മൈക്കും ഇനിയും കിട്ടിയില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോഗറെ നവകേരള സദസ്സിനിടയിൽ മർദ്ദിച്ച സംഭവം മാധ്യമ സൃഷ്ടിയാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. സംഭവം വിവാദമായതിനു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നത്. ഇതിനു പിന്നാലെയാണ് കേസിൽ 11 പേരുടെ അറസ്റ്റ് അരീക്കോട് പോലീസ് രേഖപ്പെടുത്തിയത്.